കേരളത്തിൽ UDF അധികാരത്തിലെത്തുവാതിരിക്കുവാൻ പലവിധ പ്രവർത്തനങ്ങളും ഈ കഴിഞ്ഞ കാലങ്ങളിൽ CPMൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ഏറ്റവും നിന്ദ്യമായ രാഷ്ട്രീയ നീക്കങ്ങളിൽ പ്രധാനപ്പെട്ടത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നുവന്ന ലൈംഗിക അപവാദ ആരോപണങ്ങളായിരുന്നു. ഈ നീക്കങ്ങൾക്ക് CPMന് വേണ്ടി കരുക്കൾ നീക്കിയ കോൺഗ്രസിൻ്റെ അധികാരത്തിലേക്ക് എത്തുവാനുള്ള സാധ്യതകളെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിച്ച 3 വനിതാ രത്നങ്ങൾ. എന്നാൽ VD സതീശൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് സർക്കാർ അധികാരം ഏറ്റെടുക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിന് പുകഴ്ത്തുപാട്ടുമായി രംഗത്തെത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തിലെ ഏറ്റവും വലിയ കൗതുകം എന്ന് പറയുന്നത്. യാതൊരു നാണവും മാനവുമില്ലാതെ മുൻ നിലപാടുകളെല്ലാം വിസ്മരിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ വക്താക്കളായിരുന്നു തങ്ങൾ എന്ന മട്ടിലാണ് ഈ വനിതാ രക്തങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞാടുന്നത്. ഇതിൽ ഒന്നാമത്തെയാളുടെ പേര് ഏവർക്കും സുപരിചിതമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യമായി അദ്ദേഹത്തിൻ്റെ പേര് പറയാതെ ആരോപണം ഉന്നയിച്ച നടി റിനി ആൻ ജോർജാണ് ഇതിലെ ഒന്നാമത്തെ കഥാപാത്രം എന്ന് പറയുന്നത്. എൻ്റെ പത്മനാഭൻ ഇനി ശ്രീ പത്മനാഭൻ്റെ മണ്ണ് വാഴും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് VD സതീശനോടൊപ്പം നിൽക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവെക്കുകയും പിന്നീട് സത്യപ്രതിജ്ഞാ വേദിയിലെ VVIP ഗാലറിയിലേക്ക് നുഴഞ്ഞു കയറിക്കൊണ്ട് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾക്കൊപ്പം ചിത്രങ്ങൾ എടുക്കുകയും ചെയ്തുകൊണ്ടാണ് റിനി തൻ്റെ രാഷ്ട്രീയ പാപ്പരത്വം കേരള ജനതയ്ക്ക് മുമ്പിൽ തെളിയിച്ചത്. എന്നാൽ ഇതിനോടകം തന്നെ VD സതീശൻ മത്സരിച്ച പറവൂരിൽ സതീശനെതിരായി CPIയുടെ സ്ഥാനാർത്ഥിയായിരുന്ന ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായിരുന്ന ടൈസൺ മാസ്റ്ററുടെ കലാശക്കൊട്ടിൽ ആവേശത്തോടുകൂടി പങ്കെടുക്കുന്ന റിനിയുടെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ഇതോടുകൂടി സമൂഹ മാധ്യമങ്ങളിൽ റിനിക്ക് വ്യാപകമായ വിമർശനമാണ് ഏറ്റുവാങ്ങേണ്ടത്. എന്നാൽ റിനി ആൻ ജോർജിനെ പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഏറെ തൊലിക്കട്ടിയോടുകൂടി ഇത്തരം നിലപാടുകൾ ആവർത്തിക്കുന്ന 2 വനിതാ രത്നങ്ങൾ കൂടി കേരളത്തിലുണ്ട് എന്ന വസ്തുതയും നാം മനസ്സിലാക്കേണ്ടതാണ്. ഇതിൽ രണ്ടാമത്തെ ആൾ എന്ന് പറയുന്നത് ഇപ്പോൾ ബിഗ് TVയുടെ വാർത്താമുഖങ്ങളിൽ പ്രധാനിയായ വനിതാ ജേർണലിസ്റ്റ് ലക്ഷ്മി പത്മയാണ്. നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉയർന്നു വന്ന ഘട്ടത്തിൽ രാഹുലിനെ അകത്താക്കുവാൻ വേണ്ടി, രാഹുലിനെതിരെ കേസ് കൊടുപ്പിക്കുവാൻ വേണ്ടി ഇരയായ പെൺകുട്ടിയെ ഏറ്റവും അധികം നിർബന്ധിച്ചത് താനാണ് എന്ന നിലയിലുള്ള വിവിധങ്ങളായിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ ലക്ഷ്മി പത്മയുടെ ഭാഗത്തു നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഒടുവിൽ രാഹുൽ മാങ്കൂട്ടം അറസ്റ്റിലായപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ വാനോളം പുകഴ്ത്തിക്കൊണ്ടുള്ള ലക്ഷ്മി പത്മയുടെ പോസ്റ്റുകളും ജനങ്ങളുടെ വിസ്മൃതിയിലാകുവാൻ സാധ്യതയില്ല. എന്നാൽ ഇതിനെല്ലാം പുറമെ താൻ നേരത്തെ ജോലി ചെയ്തിരുന്ന വാർത്താമാധ്യമമായ ന്യൂസ് 24/7 മലയാളത്തിലും അതുപോലെ ഇപ്പോൾ ജോലി ചെയ്തു വരുന്ന ബിഗ് TVയിലും ഇരുന്നു കൊണ്ട് UDF അധികാരത്തിലേക്ക് എത്തുന്നത് തടയുവാനുള്ള പരമാവധി പ്രവർത്തനങ്ങളും ലക്ഷ്മി പത്മ എന്ന മാധ്യമ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് നാം കണ്ടിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ കാലത്തും അതുപോലെ തന്നെ വോട്ടെടുപ്പ് കഴിഞ്ഞ് ഫലം വരുന്നതുവരെയും ലക്ഷ്മി പത്മ നടത്തിയ വിലയിരുത്തലുകളിലെല്ലാം മുഴച്ചു നിന്നിരുന്നത് LDF അധികാരത്തിലേക്ക് തിരികെ എത്തുവാനുള്ള സാധ്യതകളായിരുന്നു. എന്നാൽ UDF മഹാഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലേക്ക് എത്തിയതിന് തൊട്ടു പിന്നാലെ തന്നെ ലക്ഷ്മി പത്മയും പ്ലേറ്റ് മാറ്റി എന്നതാണ് വസ്തുത. UDFൻ്റെ നേതൃത്വത്തിൽ ഒരു സർക്കാർ അധികാരത്തിലേക്ക് എത്തുമ്പോൾ VD സതീശൻ എന്ന ജനനേതാവ് ജനങ്ങളുടെ ഇംഗിതമനുസരിച്ച് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തെ വാനോളം പുകഴ്ത്തിക്കൊണ്ടുള്ള ലക്ഷ്മി പത്മയുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളാണ് ഇത്തരമൊരു വിമർശനം ഉന്നയിക്കുവാൻ എന്നെ നിർബന്ധിതമാക്കുന്നത്. തനിക്ക് VD സതീശനുമായി വ്യക്തിപരമായി വലിയ അടുപ്പമുണ്ടായെന്നും സൈബർ ആക്രമണങ്ങൾക്ക് ഇരയാകുമ്പോൾ VD സതീശൻ വ്യക്തിപരമായി തന്നെ ഫോണിൽ ബന്ധപ്പെട്ട് ആശ്വസിപ്പിക്കാറുണ്ടായിരുന്നു എന്നുള്ളമുള്ള വിടുവായത്വം വിളമ്പിക്കൊണ്ടുള്ള ലക്ഷ്മി പത്മയുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇരട്ടത്താപ്പിൻ്റെ മൂർധന്യതയിലുള്ളതാണ് എന്ന് പറയാതെ വയ്യ. 6 ദിവസങ്ങൾക്ക് മുമ്പ് VD സതീശൻ മുഖ്യമന്ത്രിയായി നിയോഗിതനായപ്പോൾ ലക്ഷ്മി പത്മ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റ് ഏറെ രസകരമാണ്. അവരുടെ മുൻകാല രാഷ്ട്രീയ നിലപാടുകളും UDFനെ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തുവാൻ വേണ്ടി അവർ നടത്തിയ ശ്രമങ്ങളുമായി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോഴാണ് ഈ പോസ്റ്റ് ഏറെ കൗതുകമുണർത്തുന്നത്. അത് നമുക്ക് എങ്ങനെയാണ് എന്നൊന്ന് കേട്ടു നോക്കാം. ഒടുവിൽ 10ാം നാൾ ജനവിധി മാനിച്ച് കോൺഗ്രസ് പാർട്ടി കേരള ജനതയ്ക്ക് അവർ അർഹിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു. വ്യക്തിപരമായി കൂടി വലിയ സന്തോഷമാണ് VD മുഖ്യമന്ത്രിയാകുന്നത്. പലവിധ സൈബർ ആക്രമണങ്ങളിൽ അകപ്പെട്ടിട്ടുള്ളപ്പോഴൊക്കെ അവിടെ നിന്നും ഒരു വിളി എപ്പോഴും എത്തിയിട്ടുണ്ട്. അതായത് VD സതീശൻ തന്നെ വ്യക്തിപരമായി ഫോൺ വിളിക്കാറുണ്ടായിരുന്നു എന്ന ഒരു കഥയാണ് അവരിവിടെ അവതരിപ്പിക്കുന്നത്. പലപ്പോഴും സ്വന്തം കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം ആർജവമുള്ള നിലപാടുകൾ എടുത്തിട്ടുണ്ട്. കേരളം എനിക്കെതിരെ ഇരച്ചു വന്നാലും ബോധ്യങ്ങളിൽ നിന്നെടുത്ത നിലപാടുകളിൽ നിന്നും പിൻവാങ്ങില്ല എന്ന ഉറച്ച ശബ്ദം ഇപ്പോഴും ചെവിയിലുണ്ട്. അത്
അത് നിങ്ങൾക്ക് മേലുള്ള വിശ്വാസമാണ്. എന്നിട്ടൊരു ഹൃദയചിഹ്നം കൊടുത്തിട്ടുണ്ട്. അഭിനന്ദനങ്ങൾ വി ഡി സതീശൻ, നന്നായി നയിക്കൂ, നന്നായി ഭരിക്കൂ എന്നൊരു ഉപദേശം കൂടി ലക്ഷ്മി പത്മ നൽകുന്നുണ്ട്. നിശിതമായ വിമർശനങ്ങളും ഹൃദയം നിറഞ്ഞ പ്രോത്സാഹനങ്ങളും കണിശമായ തിരുത്തലുകളുമായി ഞങ്ങൾ ഇവിടെ കാണും എന്നും ലക്ഷ്മി പത്മ പറയുന്നുണ്ട്. ലക്ഷ്മി പത്മയുടെ വിമർശനങ്ങൾക്കും പ്രോത്സാഹനങ്ങൾക്കും എന്ത് പ്രസക്തിയാണെന്നുള്ളതെന്ന് ഈ വോട്ടെടുപ്പ് നടന്നതിന് ശേഷം ഈ മഹാഭൂരിപക്ഷത്തോടുകൂടി UDF അധികാരത്തിലെത്തിയപ്പോൾ ജനങ്ങൾക്ക് ബോധ്യമായിട്ടുള്ളതാണ്. എന്നാൽ ഇവിടെ ലക്ഷ്മി പത്മ ഒരു മാധ്യമപ്രവർത്തക എന്ന നിലയിലുള്ള ഒരു കുറിപ്പല്ല പങ്കുവെക്കുന്നത്. നേരെ മറിച്ച് UDFിനോടും കോൺഗ്രസിനോടും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശനോടും അടുത്തു നിൽക്കുന്ന ഒരാളാണ് എന്ന് കാണിക്കുവാനുള്ള അവരുടെ ത്വരയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാകുന്നത്. ഇതുപോലെ തന്നെ ഇരട്ടത്താപ്പിൻ്റെ മൂർത്തരൂപമായ മൂന്നാമത്തെ വനിതാരത്നം എന്ന് പറയുന്നതും കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും വനിതാ നേതാവായിരുന്ന താര ടോജോ അലക്സ് ആണ്. താര ടോജോ അലക്സും ഇവിടെ നേരത്തെ തന്നെ രാഹുൽ മാങ്കൂട്ടം വിവാദവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയ നിരവധി നിലപാടുകൾ സ്വീകരിച്ച ഒരു വ്യക്തിത്വമാണ്. മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററായ ഷാജൻ സ്കറിയ രാഹുലിന് അനുകൂലമായി ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയപ്പോൾ അദ്ദേഹത്തെ കള്ളക്കേസിൽ കൊടുക്കുവാനുള്ള ശ്രമങ്ങളും താര ടോജോയുടെ ഭാഗത്തു നിന്നുണ്ടാകുകയും ഇതുമായി ബന്ധപ്പെട്ട് മറുനാടനെ അറസ്റ്റ് ചെയ്യുവാനുള്ള ശ്രമങ്ങൾ കേരള പോലീസ് നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ മറുനാടൻ അന്നെല്ലാം കൃത്യമായി വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. ഇടതുപക്ഷത്തെ പ്രധാനപ്പെട്ട ഒരു ബുദ്ധിജീവിയുമായി ചേർന്നുകൊണ്ടാണ് താര ടോജോ അലക്സ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നീങ്ങുന്നത് എന്ന വെളിപ്പെടുത്തലാണ് അവരെ അന്ന് പ്രകോപിതയാക്കിയത്. തുടർന്നും താര ടോജോ അലക്സ് ഷാഫി പറമ്പിലിനെതിരെയും കോൺഗ്രസിലെ സ്ത്രീവിരുദ്ധ സമീപനത്തിനെതിരെയും നിരവധി പോസ്റ്റുകളുമായി രംഗത്തെത്തിയിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിൻ്റെ ട്രെൻഡ് UDFിന് അനുകൂലമാകുന്നു എന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി UDF അനുകൂല പോസ്റ്റുകളുമായി UDF പാളയത്തിലേക്ക്, പ്രത്യേകിച്ച് കോൺഗ്രസ് പാളയത്തിലേക്ക് തിരികെ എത്തുവാനുള്ള താര ടോജോയുടെ ശ്രമങ്ങൾ അന്ന് തന്നെ കോൺഗ്രസ് പ്രവർത്തകർ പരിഹസിച്ച് പുച്ഛിച്ച് തള്ളിയിരുന്നതാണ്. ഏറ്റവും ഒടുവിലായി വി ഡി സതീശൻ മുഖ്യമന്ത്രിയായപ്പോൾ ലക്ഷ്മി പത്മയെയും റിനി ആനിനെയും പോലെ ഫേസ്ബുക്ക് പോസ്റ്റുമായി താര ടോജോയും രംഗത്തെത്തിയിട്ടുണ്ട്. എന്താണ് താര ടോജോ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. മെയ് 14 തീയതിയാണ് കപടത മുഴച്ചു നിൽക്കുന്ന ഒരു പോസ്റ്റ് താര ടോജോ പങ്കുവച്ചിരിക്കുന്നത്. VD ചേട്ടാ എന്ന് വിളിക്കുമ്പോൾ എന്താ കുഞ്ഞെ നീ പറയേ എന്നും മറുതലക്കൽ കേൾക്കുന്ന പിതൃവാത്സല്യം എന്നാണ് മുഖ്യമന്ത്രി വി ഡി സതീശനെ താര ടോജോ വിശേഷിപ്പിക്കുന്നത്. കഴിഞ്ഞ 5 വർഷം കണ്ടനുഭവിച്ച തണൽ, പ്രചോദനം, മാർഗദർശനം, പോരാട്ടവീര്യം, ആത്മവിശ്വാസം, കരുതൽ, സഹനം പഠിപ്പിച്ച പാഠങ്ങൾ, തെറ്റുകൾ തിരുത്തിയ സ്നേഹം, നീ മുന്നോട്ട് പോ എന്ന ധൈര്യം, മകളായി കണ്ട മനസ്സ്, അനീതിക്കെതിരെ തലകുനിക്കാത്ത നിലപാട്, ജനങ്ങൾക്ക് വേണ്ടി ഉറക്കമില്ലാതെ കത്തിയ രാഷ്ട്രീയം, ചെറുപ്പക്കാരെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച നേതൃത്വം, വേദനകളിൽ പോലും തോൽക്കാത്ത ആത്മാവ്, അദ്ദേഹം എന്ന നേതാവിനെ മാത്രമല്ല ഞങ്ങളെന്ന തലമുറയെ സത്യത്തിലും നീതിയിലും നിലപാടുകളിലും പ്രത്യയശാസ്ത്ര അടിത്തറയിലും വാർത്തെടുത്ത കാലം. ഒരിക്കൽ ഫോണിൻ്റെ മറുതലക്കൽ കേട്ട എന്താ കുഞ്ഞ് എന്ന സ്നേഹശബ്ദം ഇന്ന് കേരളത്തിലെ കോടിക്കണക്കിന് ജനങ്ങൾക്ക് പ്രതീക്ഷയുടെ ശബ്ദമായി മാറുകയാണ്. ഒരിക്കൽ പ്രയാസങ്ങളും ആശങ്കകളും കേട്ടിരുന്ന ആ ശബ്ദം ഇന്ന് ഒരു സംസ്ഥാനത്തിൻ്റെ സ്വപ്നങ്ങൾ കേൾക്കാൻ പോകുകയാണ്. ഒരിക്കൽ തളർന്ന മനസ്സിനെ ഉയർത്തിയ വാക്കുകൾ ഇന്ന് തകർന്നുപോയ അനേകം മനുഷ്യരുടെ പ്രതീക്ഷകൾക്ക് വീണ്ടും ജീവൻ നൽകുകയാണ്. ഒരിക്കൽ ധൈര്യമായിരിക്കും കുഞ്ഞ് എന്ന് ചേർത്ത് നിർത്തിയ കരുതൽ ഇന്ന് മുഴുവൻ കേരളത്തെയും കൈപിടിച്ച് നടത്തുന്ന ശക്തിയായി മാറുകയാണ്. മനസ്സ് നിറയുകയാണ്. കാരണം പ്രിയ നേതാവ് മുഖ്യമന്ത്രിയായത് മാത്രമല്ല, ഇന്ന് പുത്രതുല്യനായ ഒരാൾ കേരളത്തിൻ്റെ നായകനായി ഉയർന്ന ദിവസമാണ്. പദവികൾ മനുഷ്യരെ വലുതാക്കില്ല, മനുഷ്യരാണ് പദവികളെ മഹത്തരമാക്കുന്നത്. ഇനി കേരളവും ഇന്ത്യയും അത് കാണാൻ പോകുകയാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വി ഡി സതീശന് അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് താര ടോജോ അലക്സ് ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ഇവിടെ നാം ഒരു പ്രത്യേകത കാണേണ്ടതുണ്ട്. വി ഡി സതീശനെ പുകഴ്ത്തിക്കൊണ്ട് കോൺഗ്രസ് പാർട്ടിയെ ഇകഴ്ത്തുവാനുള്ള ഇവരുടെ ഭാവി പദ്ധതിക്കുള്ള ഒരു ആമുഖമായിട്ട് വേണം ഈ പോസ്റ്റുകളെ നമ്മൾ നോക്കിക്കാണുവാൻ. വി ഡി സതീശൻ എന്ന നേതാവ് എല്ലാ കാലത്തും കോൺഗ്രസ് പാർട്ടിക്കും അതിൻ്റെ നേതൃത്വത്തിനും വിധേയനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അത് അത്തരത്തിലല്ല, ജനങ്ങളുടെ ഇംഗിതം അനുസരിച്ചാണ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയായതെന്നും അതിൻ്റെ ക്രെഡിറ്റ് അവകാശപ്പെടുവാൻ കോൺഗ്രസിന് കഴിയുകയില്ല എന്നുമുള്ള ഒരു നറേറ്റീവ് വരും ദിവസങ്ങളിലും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള CPMൻ്റെ കുടില പദ്ധതിയുടെ ഭാഗമായിരിക്കുവാനുള്ള സാധ്യതയാണ് ഈ 3 വനിതകൾക്കും ഉള്ളത്. എന്നാൽ ഇവിടെ കൃത്യമായ കബളിപ്പിക്കലിലൂടെ വി ഡി സതീശൻ എന്ന നേതാവിൻ്റെ ഇഷ്ടക്കാരാണ് എന്ന് വരുത്തി തീർത്തിക്കൊണ്ട് ഒരു ജനതയെയും അതിൻ്റെ രാഷ്ട്രീയ ചിന്താഗതിയെയും സ്വാധീനിക്കുവാനുള്ള ഈ ശ്രമങ്ങൾക്കെതിരെ കേരള സമൂഹം ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. അതുകൊണ്ട് മാത്രമാണ് സ്ത്രീവിരുദ്ധം എന്ന് വ്യാഖ്യാനിക്കപ്പെടാമെങ്കിൽ കൂടിയും വളരെ റിസ്ക് എടുത്ത് ഇത്തരം ഒരു വീഡിയോ പ്രേക്ഷകർക്കായി അവതരിപ്പിക്കുന്നത്. ഇത്തരം ഇരട്ടത്താപ്പുകാരെ എല്ലാ കാലത്തും തിരിച്ചറിയുകയും രാഷ്ട്രീയത്തിൻ്റെയും അധികാരത്തിൻ്റെയും ഇടനാഴികളിൽ നിന്ന് അകറ്റി നിർത്തുകയും ചെയ്യേണ്ടത് ജനാധിപത്യ സംസ്കാരത്തിൻ്റെ ഔന്നത്യത്തിൻ്റെ ആവശ്യകതയാണ്. ഈ ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.